ഹായ് ഓൾ, ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ്. ഇന്നലത്തെ ബർത്ത്ഡേ സെലിബ്രേഷനും വീഡിയോ എഡിറ്റിംഗും ഒക്കെ കഴിഞ്ഞ് 2 മണിയായി കിടന്നപ്പോൾ, പക്ഷേ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കോവയ്ക്ക അരിഞ്ഞ് വെച്ചിരുന്നു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട്. വെളിച്ചെണ്ണയിൽ കടുക്, വെളുത്തുള്ളി, സവാള ഇട്ട് വഴറ്റി കറിവേപ്പില ആഡ് ചെയ്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് പുരട്ടി കോവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി കറിക്കായിട്ട് എണ്ണയൊഴിച്ച് പരിപ്പ്, കടുക്, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇട്ട് വഴറ്റി സവാള ആഡ് ചെയ്ത് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. പൊടികളായിട്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മാത്രമാണ്. എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ തക്കാളിയും ലേശം പഞ്ചസാരയും കൂടി ഇട്ടാൽ തക്കാളിക്കറി റെഡിയായി. കോവയ്ക്കയിലേക്ക് ലേശം പിരിയമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആലനായിട്ട് സാദാ പുട്ടും ഞങ്ങൾക്ക് ഏത്തപ്പഴം അരിഞ്ഞിട്ട് പുട്ടുമാണ് അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. ലഞ്ചിന് 4-5 ഓംലെറ്റും കൂടെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് ഞാൻ നേരെ മിനിയാൻ്റിയുടെ കടയിലേക്കാണ് പോയത്. പിന്നെ ഞാനും മിനിയാൻ്റിയും കൂടെ മേടയിൽ അച്ഛൻ്റെ അടുത്ത് നോട്ടീസിൻ്റെ പ്രൂഫ് കാണിക്കാൻ പോയി. നമ്മുടെ പെരുന്നാളിൻ്റെ കമ്മിറ്റിയിൽ ഞങ്ങളെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഉച്ചയ്ക്ക് കുടിച്ച സർബത്തായിരുന്നു എൻ്റെ ലഞ്ച്. വൈകിട്ട് വീട്ടിൽ വന്ന് ചോറ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക്. ഞാനിന്ന് ഇവിടെ സ്റ്റേ ചെയ്യുകയാണ്. ചേച്ചിക്ക് സിസ്റ്റിൻ്റേതായ ഒരു ചെറിയ സർജറി ഉണ്ട്. അപ്പോൾ ലോങ് വീഡിയോ തന്നെ ദിവസം നമ്മുടെ ചാനലിലുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ കാണാം.